ഓം ശാന്തി. 17/4/69. മുരളിയുടെ സാരം. ബ്രാഹ്മണോं का മുഖ്യ സംസ്കാർ സർവസ്വത്യാഗി. ബ്രാഹ്മണരുടെ മുഖ്യ സംസ്കാരം സർവസ്വത്യാഗി. आप सभी का संगठन खास किस लिए मंगाया है? നിങ്ങളുടെ ഈ ഗ്രൂപ്പിനെ പ്രത്യേകിച്ച് എന്തിനു വേണ്ടിയാണ് വിളിപ്പിച്ചത്? संगठन के लिए मुख्य 4 बातें जरूरी हैं. സംഘടനയ്ക്ക് പ്രത്യേകിച്ച് 4 കാര്യങ്ങൾ അത്യാവശ്യമാണ്. അതിലൊന്ന് ആപ്പസ് മേ ഏക് ദോ മേ സ്നേഹ്. പരസ്പരം ഒരാളിനോട് സ്നേഹം. രണ്ടാമത്തേത് നസ്ദീക് സംബന്ധ്, അടുത്ത സംബന്ധം. 3 സർവീസ് കി ജിമ്മേവാരി, സർവീസിൻ്റെ ഉത്തരവാദിത്തം. 4 ജ്ഞാനയോഗ കി ധാരണ കാ സബൂത്, ജ്ഞാനയോഗത്തിൻ്റെ ധാരണയുടെ തെളിവ്. इन चारों बातों में तैयार हो. ഈ 4 കാര്യങ്ങളിലും തയ്യാറാണോ? ഏക് ദോ മേ സ്നേഹി കൈസേ ബന്ന ഹോത്ത ഹൈ. പരസ്പരം സ്നേഹി എങ്ങനെയാകാൻ കഴിയും? സ്നേഹി ബന്നെ കാ സാധൻ കോൻസാ ഹൈ. സ്നേഹിയാകുന്നതിൻ്റെ സാധന എന്താണ്? എങ്ങനെ പരസ്പരം സ്നേഹിയായിട്ടിരിക്കാൻ കഴിയും? യഹ് ജോ एक दो से दूर हो जाते हैं उसका कारण यह है क्योंकि एक दो के संस्कार एक दो के संकल्प नहीं मिलते हैं. ഒരാളിൽ നിന്നും ദൂരെയാകുന്നതിൻ്റെ കാരണം ഇതാണ്. ഒരാളിൻ്റെ സംസ്കാരം അടുത്ത ആളുടെ സംസ്കാരവുമായി ചേരുന്നില്ല. ഒരാളിൻ്റെ സങ്കല്പം അടുത്ത ആളുടെ സങ്കല്പവുമായി ചേരുന്നില്ല. ഇതുകൊണ്ടാണ് പരസ്പരം ദൂരെയാകുന്നത്. സഭി കെ സങ്കല്പ സംസ്കാർ ഏക് ഹോ കൈസേ സക്തേ. എല്ലാവരുടെയും സങ്കല്പവും സംസ്കാരവും ഒന്ന് എങ്ങനെയാകാൻ കഴിയും? സംസ്കാർ തോ ഹരേക്ക് കെ അപ്പനെ അപ്പനെ ഹോത്തേ. സംസ്കാരം ഓരോരുത്തരുടെയും അവരവരുടേത് തന്നെയാണ്. സംഗമയുഗി ബ്രാഹ്മണോं का മുഖ്യ സംസ്കാർ കോൻസാ ഹൈ. സംഗമയുഗി ബ്രാഹ്മണരുടെ മുഖ്യമായ സംസ്കാരം ഏതാണ്? ഇവിടെ ബാബ സംഗമയുഗി ബ്രാഹ്മണ കുട്ടികളാകുന്ന നമ്മളുടെ മുഖ്യമായ സംസ്കാരം ഏതാണ് എന്ന് കൂടെ ചോദിക്കുകയാണ്. പ്രത്യേകിച്ചും ബാബ പരസ്പരം എങ്ങനെ സ്നേഹത്തോടെ ഇരിക്കാൻ സാധിക്കും, എങ്ങനെയാണ് പരസ്പരം അകലുന്നത്, അതിൻ്റെ കാരണം എന്താണ്, അതും ഈ മുരളിയിൽ സ്പഷ്ടമാക്കി തരുന്നുണ്ട്. ഒരാളിൻ്റെ സംസ്കാരം വേറൊരാളുടെ സംസ്കാരവുമായി ചേരാത്തത് കൊണ്ട് അകൽച്ച വരികയാണ്. ഒരാളിൻ്റെ സങ്കല്പം അടുത്ത ആളുടെ സങ്കല്പവുമായി ചേരാത്തത് കൊണ്ട് അകൽച്ച വരികയാണ്. അപ്പം ബാബ ചോദിക്കുകയാണ്, ഇത് സാധ്യമാണോ? പരസ്പര സ്നേഹത്തോടെ സംസ്കാരത്തിൻ്റെ ഏകതയിൽ സംസ്കാരം അല്ലെങ്കിൽ സങ്കല്പം ഒരുമിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ബാബയുടെ ചോദ്യം. സാകാർ രൂപമേ മുഖ്യ സംസ്കാർ കോൻസാ ഥാ. സാകാര ബ്രഹ്മ ബാബയുടെ മുഖ്യമായ സംസ്കാരം ഏതായിരുന്നു? ജോ ബ്രഹ്മ കാ സംസ്കാർ വഹ് ബ്രാഹ്മണോं का. ഏതാണോ ബ്രഹ്മാവിൻ്റെ സംസ്കാരം അതുതന്നെയാണ് ബ്രാഹ്മണരുടെയും സംസ്കാരം. സംസ്കാർ ബ്രഹ്മാക്ക മുഖ്യ സംസ്കാർ കോൻസാ ഥാ. ബ്രഹ്മാവിൻ്റെ മുഖ്യ സംസ്കാരം ഏതായിരുന്നു? ബ്രഹ്മാ മേ തോ വഹ് സംസ്കാർ സമ്പൂർണ്ണ രൂപ സേ ദേഖ് ലിയ. ആ സംസ്കാരം ബ്രഹ്മാവിലെ പൂർണ്ണ രൂപത്തിൽ കണ്ടിരുന്നു. അപ്പം നമുക്ക് നന്നായിട്ട് ചിന്തിക്കുന്നതിന് വേണ്ടി ബാബ അവസരം തരികയാണ്. ബ്രഹ്മ ബാബയിൽ ഏതൊരു സംസ്കാരമാണ് വളരെ ആഴത്തിലുണ്ടായിരുന്നത്? ആ സംസ്കാരം തന്നെയാണ് ബ്രാഹ്മണരുടെയും സംസ്കാരം. അപ്പോൾ
അപ്പോൾ അതേത് സംസ്കാരമാണ് ബ്രഹ്മാവിലുണ്ടായിരുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. लेकिन ബ്രാഹ്മണോ മേ യഥാ योग യഥാശക്തി. ബ്രഹ്മാവിൽ ആ സംസ്കാരം സമ്പൂർണ്ണ രൂപത്തിലുണ്ടായിരുന്നു. പക്ഷേ ബ്രാഹ്മണ കുട്ടികളിൽ യഥായോഗം യഥാശക്തിയെ ആ സംസ്കാരം വരുന്നുള്ളൂ. ഉൻകാ മുഖ്യ സംസ്കാർ ഥാ സർവസ്വത്യാഗി. ബ്രഹ്മാബാബയുടെ മുഖ്യമായ സംസ്കാരമായിരുന്നു സർവസ്വത്യാഗി. निरहंकारी का मतलब ही है सर्वस्वत्यागी, अपना सभी कुछ त्याग कर देते. ബ്രഹ്മബാബ പൂർണ്ണമായിട്ടും നിരഹങ്കാരിയായിരുന്നു. നിരഹങ്കാരി എന്ന് പറയുമ്പോഴർത്ഥം തന്നെ സർവസ്വത്യാഗി, തൻ്റേതെല്ലാം തന്നെ ത്യാഗം ചെയ്തു എന്നാണ് അർത്ഥം. സർവസ്വത്യാഗി ഹോനെ സെ സർവഗുണ ആ ജാത്തെ. സർവസ്വത്യാഗി ആകുന്നതിലൂടെ സർവഗുണങ്ങളും വരും. അപ്പം നമുക്കറിയാം നമ്മുടെ ലക്ഷ്യം സർവഗുണങ്ങൾ കൊണ്ടും സമ്പന്നമാകുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ അതിൻ്റെ ആധാരമാണ് സർവസ്വത്യാഗി ആകുക എന്നുള്ളത്. സർവസ്വത്യാഗി എന്ന് പറയുമ്പോൾ അവിടെ നിരഹങ്കാരിത്വം സ്വാഭാവികമായിട്ടും വരും. ബ്രഹ്മബാബയിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്ന ഗുണമാണ് ബാബ നമ്പർ 1 നിരഹങ്കാരിയായിരുന്നു, സർവസ്വത്യാഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാബ സർവഗുണങ്ങൾ കൊണ്ടും സമ്പന്നമായി. दूसरों के अवगुणों को न देखना यह भी त्याग है. മറ്റുള്ളവരുടെ അവഗുണത്തെ കാണാതിരിക്കുക ഇതും ത്യാഗമാണ്. त्याग का अभ्यास होगा तो यह भी त्याग कर सकेंगे. ത്യാഗത്തിൻ്റെ ഒരഭ്യാസമുണ്ടെങ്കിൽ ഇതും ത്യാഗം ചെയ്യും. ത്യജിക്കുന്ന ഒരാളിന് ഒന്നും ഒരു വലിയ കാര്യമായി തോന്നില്ല. ബ്രഹ്മബാബയ്ക്ക് ത്യാഗത്തിൻ്റെ സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ബാബ ഒരിക്കലും മറ്റുള്ളവരുടെ അവഗുണത്തെ നോക്കിയിരുന്നില്ല. ത്യാഗത്തിൻ്റെ സ്വഭാവമുള്ളവർക്ക് അവഗുണങ്ങളെ ത്യജിക്കുക, മറ്റുള്ളവരുടെ അവഗുണങ്ങളെ കാണാതിരിക്കുക, അത് വളരെ സഹജവും സരളവുമായി തോന്നും. त्याग का अभ्यास होगा तो यह भी त्याग कर सकेंगे. सर्वस्व त्यागी अर्थात देह के भान का भी त्याग. സർവസ്വത്യാഗി അർത്ഥം ദേഹത്തിൻ്റെ ബോധത്തെയും കൂടി ത്യാഗം ചെയ്യുക. तो ब्राह्मणों का मुख्य संस्कार है सर्वस्वत्यागी. ബ്രാഹ്മണരുടെ മുഖ്യ സംസ്കാരമാണ് സർവസ്വത്യാഗി. ഇസ് ത്യാഗ് സെ മുഖ്യ ഗുണ കോൻ സെ ആത്തെ. ഈ ത്യാഗത്തിലൂടെ മുഖ്യമായ ഗുണം ഏതാണ് വരുന്നത്? സർവസ്വത്യാഗത്തിലൂടെ ഏത് ഗുണം മുഖ്യമായിട്ട് വരും എന്നാണ് ബാബ ചോദിക്കുന്നത്. സരളത ഔർ സഹനശീലത. സർവസ്വത്യാഗത്തിലൂടെ വരുന്ന മുഖ്യമായ ഗുണമാണ് 1 സരളത, 2 സഹനശീലത. ജിസ്മേ സരളത സഹനശീലത ഹോങ്കി വഹ് ദൂസരോं को भी ആകർഷൺ ജരൂർ കരേംഗെ. ആരിലാണോ സരളതയും സഹനശീലതയും ഉള്ളത് അവരെ മറ്റുള്ളവരും തീർച്ചയായിട്ടും ആകർഷിക്കും. और एक दो के സ്നേഹി ബൻ സകേംഗെ. പരസ്പരം സ്നേഹിയാകാനും കഴിയും. അഗർ സരളത നഹി തോ സ്നേഹ ഭി നഹി ഹോ സക്ത. അഥവാ സരളതയില്ല എങ്കിൽ സ്നേഹവും ഉണ്ടാകുകയില്ല. ഏക് ദോ മേ സ്നേഹി ബന്ന ഹേ തോ ഉസ്കാ തരീക്ക യഹ് ഹൈ. പരസ്പരം സ്നേഹിയാകണമെങ്കിൽ അതിനുള്ള വഴി അല്ലെങ്കിൽ രീതി ഇതാണ്. പരസ്പരം സ്നേഹിക്കുന്നതിന് വേണ്ടി ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സർവസ്വത്യാഗി ആകണം എന്നാണ്. സർവസ്വത്യാഗി എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് എന്താണോ ഉള്ളത്
നമ്മുടെ പേരായിരുന്നാലും നമ്മുടെ സ്ഥാനമായിരുന്നാലും നമ്മുടെ സ്വത്തായിരുന്നാലും സമ്പത്തായിരുന്നാലും നമ്മുടെ അഭിമാനമായിരുന്നാലും സമൂഹത്തിൽ നമുക്കുള്ള പ്രതിഷ്ഠയായിരുന്നാലും എന്തു തന്നെയായിരുന്നാലും അതെല്ലാം ഈശ്വരാർത്ഥം സമർപ്പിക്കുകയും അതോടൊപ്പം ഞാൻ എന്തെങ്കിലും ത്യാഗം ചെയ്തു എന്നൊരു ബോധം കൂടി ഇല്ലാതിരിക്കുകയും കൂടാതെ മറ്റുള്ളവരുടെ അവഗുണങ്ങളെ നോക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സർവസ്വത്യാഗിയുടെ വളരെ ആഴത്തിലുള്ള മീനിങ്. ആരാണോ ഈ സർവസ്വത്യാഗി സ്ഥിതിയിലേക്ക് വരുന്നത് അവർ സ്വാഭാവികമായിട്ടും നിരഹങ്കാരികളായിരിക്കും. ആ നിരഹങ്കാരിത്വം തന്നെ അവരിൽ 2 ഗുണം വേറെയും കൊണ്ടുവരും. അതാണ് സരളത, സഹനശീലത. നമുക്ക് മറ്റൊരാളിനെ സ്നേഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവത്തിൽ വളരെയധികം സരളത വേണ്ടിവരും. ഇവിടെ ബാബ പറയുകയാണ്, സരള സ്വഭാവത്തിലൂടെ നമുക്ക് പരസ്പരം സ്നേഹിയാകാൻ കഴിയും. അപ്പം അതുകൊണ്ട് നമ്മൾ സരളത എന്നുള്ള ഗുണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്ന് ഈ മുരളി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാബയുള്ള സ്നേഹത്തിൽ ആ ഒരു സങ്കല്പം കൂടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാബയ്ക്കും വളരെ സന്തോഷമുണ്ടാകും. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വളരെ പെട്ടെന്ന് എത്തിച്ചേരുകയും ചെയ്യും. അഗർ സരളത നഹി തോ സ്നേഹി ഭി നഹി ബൻ സക്തേ. ഏക് തോ സർവസ്വത്യാഗി ദേഹസഹിത്. ഒന്ന് സർവസ്വത്യാഗിയാകണം ദേഹസഹിതം. ഇസ് സർവസ്വത്യാഗി സെ സരളത സഹനശീലത ആപ്പേ ഹി ആയേഗി. ഈ സർവസ്വത്യാഗിയിലൂടെ സരളതയും സഹനശീലതയും സ്വതവേ വരും. സർവസ്വത്യാഗി की यह निशानी होगी സരളത ഔർ സഹനശീലത. സർവസ്വത്യാഗിയുടെ ലക്ഷണമാണ് സരളതയും സഹനശീലതയും. साकार रूप में भी देखा न जितना ही नॉलेजफुल उतना ही सरल स्वभाव जिसको कहते हैं बचपन के संस्कार. ബ്രഹ്മബാബയിൽ ഈ സംസ്കാരം നമ്മൾ കണ്ടതാണ്. എത്രമാത്രം ബാബ നോളജ്ഫുള്ളായിരുന്നു അത്രയും ബാബയുടെ സ്വഭാവത്തിൽ സരളതയുണ്ടായിരുന്നു. അതിനെ തന്നെയാണ് കുട്ടിക്കാലത്തെ സംസ്കാരം എന്ന് പറയുന്നത്. ബുജുർഗ് കാ ബുജുർഗ്, ബച്ചുപ്പൻ കാ ബച്ചുപ്പൻ. വയസ്സായവരടുത്ത് ആ വയസ്സായ രീതിയിലും കുട്ടികളോട് ആ കുട്ടിയായ രീതിയിലും പെരുമാറുന്ന ആ ഒരു രീതി, ആ ഒരു സരളത ബ്രഹ്മബാബയ്ക്കുണ്ടായിരുന്നു. അതുതന്നെയാണ് ബാബയുടെ വിജയത്തിൻ്റെ ആധാരവും. ആര് എങ്ങനെയാണോ അവരുടെ സ്വഭാവം എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ ബാബ ഒരിക്കലും വലിയ ആളാകാൻ പോയിരുന്നില്ല. സൃഷ്ടിയുടെ ബ്രഹ്മാവ് അത്രമാത്രം താഴ്മയോടെ നിരഹങ്കാരിത്വത്തോടെ എല്ലാ ആത്മാക്കളെയും സ്നേഹിച്ചിരുന്നു. അതുപോലെ നമ്മളും ആകണം എന്ന് ബാബ ആഗ്രഹിക്കുകയാണ്. आप सभी की चलन ऐसी हो जो आपकी चलन से बाप और दादा का चित्र देखने में आए. നിങ്ങളുടെ എല്ലാവരുടെയും ചലനം അങ്ങനെയായി തീരണം. നിങ്ങളുടെ ചലനത്തിലൂടെ ബാബയുടെയും ദാദയുടെയും ചിത്രം കാണപ്പെടണം. ശിവബാബ ആരാണ്, ബ്രഹ്മബാബ ആരാണ്, അവരുടെ സ്വഭാവം എന്താണ്, അത് നമ്മുടെ ചലനത്തിലൂടെ മറ്റുള്ളവർക്ക് ബോധ്യമാകണം. ബോൽനെ സേ നഹി ചലൻ സേ ചിത്ര ദേഖ്നെ മേ ആയേഗ. പറയുന്നതിലൂടെയല്ല ചലനത്തിലൂടെ ചിത്രം കാണാൻ കഴിയും. നമ്മുടെ പെരുമാറ്റത്തിലൂടെ ബാബ ആരാണ്, ദാദ ആരാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകണം, പറയുന്നതിലൂടെ അല്ല എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ഐസി ചലൻ അഭി ഹേ. അങ്ങനെയുള്ള ചലനമാണോ ഇപ്പോൾ? ആപ്കി ചലൻ സേ ബാപ്ദാദ കാ ചിത്ര ദേഖ്നെ മേ ആത്താ ഹെ. നിങ്ങളുടെ ചലനത്തിലൂടെ ബാപ്ദാദയുടെ ചിത്രം കാണാൻ കഴിയുന്നുണ്ടോ? ദേഖ്നെ മേ തോ ആത്താ ഹെ ലേക്കിൻ കഭി കഭി. ബാബ പറയുകയാണ്, ആ കാണാൻ കഴിയുന്നുണ്ട്, പക്ഷേ ചിലപ്പോഴൊക്കെ ഉള്ളൂ. അത് നമ്മുടെ ചലനത്തിലൂടെ ബാബയും ദാദയും ചിലപ്പോഴൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്, എപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ ബാബ പറയുന്ന രീതിയിലുള്ള ആ ഒരു ത്യാഗമനോഭാവമോ ആ ഒരു സരളതയോ സഹനശീലതയോ പ്രാക്ടിക്കലായിട്ട് വരാത്തത് കൊണ്ട്
ബാബ പ്രത്യക്ഷമാകുന്നില്ല. ബാബ കുട്ടികളാകുന്ന നമ്മളെ മുന്നോട്ട് വച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ സ്വഭാവത്തിലൂടെ ബാബയെ പ്രത്യക്ഷമാക്കാനാണ്. അതുകൊണ്ടാണ് ബാബ കൂടെ കൂടെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുഖത്തിലൂടെയും ഭാവത്തിലൂടെയും എന്നെ ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? जब उस स्थिति में रहकर सर्विस करते हो तब आपकी वाणी से सूरत से समझते हैं कि इन्हों को ज्ञान देने वाला बहुत ऊंचा है. എപ്പോഴാണോ ആ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സേവനം ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളുടെ ശബ്ദത്തിലൂടെയും മുഖത്തിലൂടെയും അവർക്കിത് മനസ്സിലാകും, ഇവർക്ക് ജ്ഞാനം കൊടുക്കുന്നത് വളരെ ഉയർന്ന ശക്തിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥിതി അത്രയും ഉയർന്നാലേ ബാബയുടെ പേര് പ്രശസ്തമാകുകയുള്ളൂ. അപ്പോഴേ നമ്മുടെ വാക്കുകൾക്ക് വില വരുന്നുള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി അത്രമാത്രം ഈശ്വര സ്നേഹത്തിൽ ലയിച്ച് ഈശ്വര ശബ്ദങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കേൾപ്പിക്കുമ്പോൾ അവർക്കത് മഹാനായിട്ട് തോന്നും. അങ്ങനെയാണ് ബാബയുടെ പ്രത്യക്ഷത വരുന്നത്. कहते हैं ना, आपकी चलन से बापदादा के चित्र देखते हैं. അപ്പം ഇങ്ങനെ പറയാറുണ്ടല്ലോ, നിങ്ങളുടെ ഈ ചലനത്തിലൂടെ ബാപ്ദാദയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ശരിയാണ്. ആദ്യമുള്ള നമ്മുടെ ദാദിമാരുടെ ഓരോരുത്തരുടെയും നമ്മുടെ മൂത്ത സഹോദരങ്ങളുടെയും അവരുടെ ചലനവും പെരുമാറ്റത്തിലൂടെ മറ്റനേകം പേര് ആകർഷിച്ചു വന്നിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഓരോ ചലനവും നിങ്ങളുടെ ഈ ദൃഷ്ടിയും മുഖവും ബാപ്ദാദയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ലേക്കിൻ കവി എന്നാൽ അത് വല്ലപ്പോഴേ ഉള്ളൂ. ആപ്പ് ഭി ക്യാമറ ഹോ, നിങ്ങളും ക്യാമറയാണ്. ആപ്കെ ക്യാമറ മേ ബാപ്ദാദ കെ ചിത്ര ഛപ്പേ ഹുയേ ഹേ, നിങ്ങളുടെ ക്യാമറയിൽ ബാപ്ദാദയുടെ ചിത്രം പ്രിൻ്റായിട്ടുണ്ട്. വഹ് കവി ദിഖാത്തേ ഹോ ക്യോ, ബാപ്ദാദയുടെ ചിത്രം ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് അത് വല്ലപ്പോഴൊക്കെ നിങ്ങൾ കാണിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് എന്ന് ബാബ ചോദിക്കുകയാണ്. സദൈവ് വഹി ചിത്ര ചലൻ സെ ക്യോ നഹി ദിഖാത്തേ ഹോ, എപ്പോഴും ആ ചിത്രം തൻ്റെ ചലനത്തിലൂടെ എന്തുകൊണ്ടാണ് കാണിക്കാത്തത്? അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞ്, പുരുഷാർത്ഥ ഹേ, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് ബാബ. യഹ് പുരുഷാർത്ഥ ശബ്ദ് കഹാൻ തക്ക് ചലന ഹേ, ഈ പുരുഷാർത്ഥം എന്നുള്ള ശബ്ദം എത്ര സമയം പറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ, എന്താ അങ്ങനെ ചെയ്യുന്നത്, എന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമ്മളൊന്നും ആയിട്ടില്ലല്ലോ, നമ്മൾ പുരുഷാർത്ഥികളാണല്ലോ, അത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നന്നാകുന്നതിനുള്ള ഒരു പുരുഷാർത്ഥത്തിലാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുകൊണ്ടാണ് ബാബ ചോദിക്കുന്നത്, എത്ര നാൾ ഇനി ഈ പുരുഷാർത്ഥം എന്നുള്ള ശബ്ദം നിങ്ങൾ പറയുമെന്ന്. കിത്തന സമയം അഭി പുരുഷാർത്ഥ കർണ ഹേ, ഇനി എത്ര സമയം നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്യണമെന്ന്. ക്യാ അന്ത് തക് ഐസേ ഹി കേത്തെ രഹേംഗെ കി ഹം പുരുഷാർത്ഥി ഹേ, അവസാനം വരെ നിങ്ങളിങ്ങനെ പറഞ്ഞു തന്നെ പോകുമോ ഞാൻ പുരുഷാർത്ഥിയാണെന്ന്? ജൈസെ അബ് കഹ് രഹേ ഹോ ഐസേ ഹി അന്ത് തക് കഹേംഗെ, ഏതുപോലെ ഇപ്പോൾ പറയുന്നുണ്ടോ അതേപോലെ അവസാനം വരെ പറയുമോ? പുരുഷാർത്ഥ ശബ്ദ് ഭി അബ് ചേഞ്ച് ഹോന ഹെ, പുരുഷാർത്ഥം എന്നുള്ള ശബ്ദം ഇപ്പോൾ മാറണം. ഭലേ പുരുഷാർത്ഥി തോ അന്ത് തക് രഹേംഗെ, ലേക്കിൻ വഹ് പുരുഷാർത്ഥ ഐസാ നഹി ഹോഗ ജൈസെ അഭി കേത്തെ ഹോ, പുരുഷാർത്ഥി അവസാനം വരെ ആയിരിക്കും, എന്നാൽ ആ പുരുഷാർത്ഥം ഇങ്ങനെയായിരിക്കില്ല, ഏതുപോലെ നിങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഞാൻ പുരുഷാർത്ഥി എന്ന്. അവസാനം വരെ നമ്മൾ പുരുഷാർത്ഥികളായിരിക്കും. കാരണം നമ്മുടെ ലക്ഷ്യം കർമാതീതമാകുക എന്നുള്ളതാണ്. പക്ഷേ ബാബ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ശബ്ദം പുരുഷാർത്ഥം എന്ന് പറയുന്നത് ചെയ്യുന്ന തെറ്റുകളെ വീണ്ടും ആവർത്തിക്കുകയും ഞങ്ങൾ പുരുഷാർത്ഥിയാണ് എന്ന് പറയുന്നതിനോട് ബാബ യോജിക്കുന്നില്ല. പക്ഷേ നമ്മുടെ അന്തിമ സമയത്തെ പുരുഷാർത്ഥി എന്നുള്ള ശബ്ദം നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ വളരെയധികം മാറ്റങ്ങളും കൂടി വരും. അതാണ് ബാബ ഉദ്ദേശിക്കുന്നത്. പുരുഷാർത്ഥ കാ അർത്ഥ ഹി ഹേ
जो एक बार गलती हो वही फिर दूसरी बारी न हो. പുരുഷാർത്ഥത്തിൻ്റെ അർത്ഥം തന്നെ ഇതാണ്. ഒരു പ്രാവശ്യം ചെയ്യുന്ന തെറ്റ് രണ്ടാമത് ആവർത്തിക്കാതിരിക്കുക. ഐസ പുരുഷാർത്ഥ ഹെ, അങ്ങനെയുള്ള പുരുഷാർത്ഥമാണോ? നമ്മുടെ മമ്മ എപ്പോഴും പറയുമായിരുന്നു, പുരുഷാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന തെറ്റിനെ രണ്ടാമത് ആവർത്തിക്കാതിരിക്കുന്നവരെയാണ് പുരുഷാർത്ഥി എന്ന് പറയുന്നത്. ബാബ ഇവിടെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പുരുഷാർത്ഥത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന്. ഐസ പുരുഷാർത്ഥ ഹെ, അങ്ങനെയുള്ള പുരുഷാർത്ഥമാണോ? പുരുഷാർത്ഥ കാ ജോ അർത്ഥ ഹെ ഉസ്മേ പ്രാക്ടിക്കൽ മേ ആനാ ഹെ. പുരുഷാർത്ഥത്തിൻ്റെ അർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട് വരണമെന്ന്. ഏക് ഹി ഭൂൽ ബാർ ബാർ ഹോ तो उसको പുരുഷാർത്ഥ് കൈസേ കഹേങ്കെ? ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിനെ പുരുഷാർത്ഥം എന്നെങ്ങനെ പറയും? പുരുഷാർത്ഥ കാ ലക്ഷ്യ तो होना चाहिए, बाकी इस तरह का पुरुषार्थ शब्द भी निकल जाना चाहिए. പുരുഷാർത്ഥത്തിൻ്റെ ലക്ഷ്യം വേണം. ബാക്കി ഈ രീതിയിൽ പുരുഷാർത്ഥം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് നിർത്തണം. ഏക് ദോ കെ സ്നേഹി കൈസേ ബൻ സകേങ്കെ? പിന്നെ ബാബ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പരസ്പരം എങ്ങനെ സ്നേഹിയാകാൻ കഴിയും? പത്ര വ്യവഹാർ കർണ, സംഘടൻ കർണ സിർഫ് ഇസ്സേ നഹി ബനേങ്കെ. കത്തിടപാടുകളിലൂടെയോ സംഘടന ഒരുമിച്ച് കൂട്ടുന്നതിലൂടെയോ മാത്രം പരസ്പരം സ്നേഹിയാകുകയില്ല. യഹ് തോ സ്ഥൂൽ ബാത്ത്, ഇത് പിന്നെ സ്ഥൂലമായ കാര്യമാണ്. കത്തെഴുതി വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിപാടിയൊക്കെ വരുമ്പോൾ ഒരുമിച്ച് കൂട്ടുക, ബാബ പറയാം, ഇതൊക്കെ സാധാരണ കാര്യമാണ്, സ്ഥൂലമായ കാര്യമാണ്. ലേക്കിൻ ഏക് ദോ കെ സ്നേഹി തബ് ബനേങ്കെ ജബ്കി സംസ്കാർ ഔർ സങ്കൽപ്പോം കോ ഏക് ദോ സേ മിലായെങ്കെ. എന്നാൽ പരസ്പരം സ്നേഹി അപ്പോഴേ ആകുകയുള്ളൂ എപ്പോഴാണോ സംസ്കാരവും സങ്കല്പങ്ങളും പരസ്പരം ഒരുമിപ്പിക്കുന്നു. സംസ്കാരങ്ങളെ പരസ്പരം യോജിപ്പിക്കുക, സങ്കല്പങ്ങളെ പരസ്പരം ഏകതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴേ പരസ്പര സ്നേഹിയാകാൻ കഴിയുകയുള്ളൂ. 17/4/69 ബ്രാഹ്മണരുടെ മുഖ്യ സംസ്കാരം സർവസ്വത്യാഗി. ബാബ ഇതിനെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തന്നു. ബാക്കി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓം ശാന്തി.